Welcome to Malaysia. ഹലോ, അപ്പം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് മലേഷ്യൻ പാർട്ട് 3 ആയിട്ട്. അപ്പോൾ രാവിലെ തന്നെ എണീച്ചു. നമ്മുടെ നിൽക്കുന്ന അതേ ഒരു ഹോട്ടലിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മുകളിൽ പോയി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായത് മലേഷ്യൻ ടച്ച് വരുന്ന ആ ഒരു നൂഡിൽസ്, അതുപോലെ വേറെ അങ്ങനെയില്ല, അവർ കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത് നമുക്കത്ര പിടിക്കണമെന്നില്ലല്ലോ, നൂഡിൽസ് ഒന്നും രാവിലെ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അതിന് ശേഷം 2 മിനിറ്റ് നമ്മൾ ബസ് വരുന്ന സ്ഥലത്തേക്ക് നടക്കാനുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ കയറിയതിന് ശേഷം മണൽ ആദ്യം തന്നെ നമുക്ക് പറഞ്ഞുതരും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ നമുക്ക് പറഞ്ഞുതരും. It might be rainy today, it might be sunny, so let's see our luck with the weather today. All right? So in terms of the development, so when the British came along in the 1700s, they have respected the boundaries of the Sultan, because building a contract between, okay, you have the unfederated states and we are going to own the federated states, which is. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ നാഷണൽ പാലസിലേക്കാണ്. മലേഷ്യൻ രാജാവായ യാങ് ഡി പെർത്തുവാൻ ആങ്ങുവിൻ്റെ പാലസാണ് കേട്ടോ ഇത്. വടക്ക് പടിഞ്ഞാറൻ കൊലാലംപൂരിൽ ആണ് ഈ ഒരു പാലസ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു പാലസിലേക്ക് പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല അവിടെ 2 എന്ന് പറയേണ്ട കുതിരകളിൽ 2 ഭടന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. അതിൽ കാണുമ്പോൾ ഒരു നമ്മൾ പണ്ട് ഹിസ്റ്ററിയിൽ പഠിച്ച ആ ഒരു നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. അതിന് നമ്മൾ തിരിച്ച് ബസ്സിൽ കയറിയതിന് ശേഷം ഞാൻ ആ ഒരു വ്യൂ ആസ്വദിക്കുന്ന കേട്ടോ. നല്ലൊരു വ്യൂ ആയിരുന്നു. അതിനുശേഷം നമ്മൾ പോയിട്ടുണ്ടായത് നാഷണൽ മോണുമെൻറ്റിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായത്. മലേഷ്യയുടെ ദേശീയ സ്മാരകം അഥവാ തുങ്കു നെഗ്ര രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച പടയാളികൾക്ക് വേണ്ടിയിട്ട് ഒരു ആദരാഞ്ജലിയായി അർപ്പിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റാച്ചു ഒക്കെ ചെയ്തിട്ടുണ്ട്. മലേഷ്യയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള യുദ്ധ സ്മാരകമാണ് കേട്ടോ ഇത്. അതിൻ്റെ അടുത്തുള്ള ആ ഒരു സ്ഥലം നല്ല ചെടികളും അതുപോലെ നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ട് അവർ അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് അങ്ങനെ കൊണ്ടു നടക്കുന്നതാണ്. എത്രയെല്ലാം മനോഹരാക്കാൻ പറ്റും ആ ഒരു സ്ഥലം, അത്രയും മനോഹരമായിട്ട് അവർ ഈ കാണുന്നതാണ് നാഷണൽ മോണുമെൻറ്റ്. ഇവർ ആ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് കുറേ ആൾക്കാർ ഇങ്ങനെ മരിച്ചു വീഴുന്നതും അതുപോലെ യുദ്ധത്തിന് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്താ വെച്ചെങ്കിൽ അത്രയും നല്ലൊരു ഫിനിഷിങ്ങിലാണ് ആ ഒരു സ്റ്റാച്ചു ചെയ്തിട്ടുള്ളത് അവർ. സത്യം പറഞ്ഞാൽ ഓണാക്കാണ്ടാന്ന് ഹലോ ആക്കിയത്. ഞാൻ ഫസ്റ്റ് വ്ലോഗ് ഇട്ടുട്ടോ, നോക്കണേ. അശ്വനി ബാലകൃഷ്ണൻ ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചാൽ വരും. അല്ല, വാട്സപ്പിൽ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു. ഞാൻ പറയാം എല്ലാവരോടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഈ കാണുന്നത് എനിക്ക് ആടുന്ന് കിട്ടിയ ഫ്രണ്ട്സാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ തിരിച്ചു. അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നുള്ളത് ഇനി മണാലി പറഞ്ഞുതരും. നമുക്ക് എല്ലാം നമുക്ക് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഒരു ക്ലാസ് തന്നെ നല്ല രീതിയിൽ മനസ്സിലാവും ചെയ്യും. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും എൻ്റെ ഹിസ്റ്ററി ടീച്ചറായിട്ട് ഈ മണാലി മതിയായിരുന്നു. അത്രയും നല്ല രീതിയിൽ പറഞ്ഞുതരും. ഈ കാണുന്ന മണലിന് എൻ്റെ അമ്മയുടെ പ്രായം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? യെസ്, ഇതുവരെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, സിംഗിളാണ്. നമ്മളോട് പറഞ്ഞ സിംഗിൾ ലൈഫ് എൻജോയ് എന്നെല്ലാം പറയുന്നുണ്ടായിന്. പക്ഷേ ടൈം ആവുന്ന സമയത്ത് നല്ലൊരാളെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കണം എന്നും മണൽ പറഞ്ഞതിന് കേട്ടോ. അതെന്തിന് എങ്ങനെയെന്നൊന്നും അറിയില്ല. മണൽ ഇപ്പോഴും സിംഗിളാണ്, കല്യാണമൊന്നും കഴിയുന്നില്ല. അങ്ങനെ അടുത്തത് നമ്മൾ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ മണൽ പറഞ്ഞു തന്നു. Welcome to Malaysia. ഇത് ആദ്യം വെക്കണം. I might be famous. Oh my god. തലയിൽ എന്തിയെ കിട്ടീന് ഇതിനിടയ്ക്ക് ഞാൻ നിനക്കിട്ടൊരു പബ്ലിസിറ്റി കൊടുത്ത ബ്ലോഗറാണ്. അശ്വിനി പറയാം. അതെ, ഇവിടുത്തെ കാലാവസ്ഥ എന്ന് വെച്ചെങ്കിൽ ഇന്നലെ ഭയങ്കര വെയിലായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് വെയിലില്ല, മാത്രം ഭയങ്കര ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ബട്ട് ഓക്കെയാണ്. സത്യം കേട്ടോ, ഭയങ്കര ക്ലീനാണ്. ഭയങ്കര ക്ലീൻ എന്ന് പറഞ്ഞാൽ ഇവരെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇത്രയും ടൂറിസ്റ്റ് കേന്ദ്രമല്ലേ, ഭയങ്കര സൂപ്പർ. ഫോട്ടോയിലെടുക്കാൻ ഇഷ്ടം കാണാൻ
ഡെസ്റ്റിനേഷൻ ഉണ്ട്. ബട്ട് എനിക്ക് എടുത്തു തരുന്നത് ആരാ? അമ്മ. ബട്ട് ഇപ്പം എനിക്ക് 2-3 ഫ്രണ്ട്സിന് എൻ്റെ അതേ പ്രായമുള്ള ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ മാക്സിമം എനിക്ക് എടുത്തു തരില്ല. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാഷണൽ മോസ്കിലേക്കാണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഡേ ഒരു മോസ്കിലേക്ക് പോയിട്ട് ആ ഒരു മെറൂൺ കളർ ഡ്രസ്സില്ലേ, ഒരു പർദ്ദ മോഡൽ അതൊക്കെ ഇട്ടിട്ടുണ്ടായിനി. ഇവിടെ ഒരു വയലറ്റ് കളർ പർദ്ദ ഇടണം, പക്ഷേ നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഓൾറെഡി നമ്മൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിന് ആ ഒരു ഡ്രസ്സല്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിട്ട് പുറത്തുനിന്ന് വ്യൂ ഒക്കെ ആസ്വദിച്ചു. ഈ ഒരു പള്ളി കോലാലംപൂരിലെ ഏറ്റവും വലിയ പള്ളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായത് ഇൻഡിപെൻഡൻസ് സ്ക്വയറിലാണ്. നമ്മളെ മലേഷ്യയിൽ ഇൻഡിപെൻഡൻസ് സ്ക്വയറിന് മലേഷ്യക്കാരുടെ ഹൃദയത്തിലും മനസ്സിലും വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. 1957 ആഗസ്റ്റ് 31 ഇവിടെയാണ് യൂണിയൻ ജാക്ക് താഴെ ഇറക്കിയത്. പുതുതായി സ്വാതന്ത്ര്യമായ ഫെഡറേഷൻ ഓഫ് മലയാളിയുടെ പതാക ആദ്യമായി ഉയർത്തിയതും ഇവിടെ വെച്ചാണ്. ഈ ഒരു ചരിത്ര നിമിഷം ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന്റെ അന്ത്യവും രാഷ്ട്രത്തിനൊരു പുതിയ യുഗത്തിനും തുടക്കം കുറിച്ചു. British and also the Malayan high-ranked people. So this Royal Selangor Club has actually served for 2 purposes. Number 1, for the soirees of the people, which is mean the luxury events of the British people and the generals. Number 2, to overlook the cricket tournaments that's happening in the Independence Square. Alright? And why is it called Spotted Dog? You can see it's only wooden beams and all of that, but it goes to one British sergeant, yeah? So this sergeant actually used to have a Dalmatian dog. So in Malaysia, you will never see a Dalmatian. Yes. Okay, so what it is, no pets allowed policy in the Royal Selangor Club. So what he did, he actually tied the Dalmatian outside of the building. So the locals were very intrigued and very... വലിയ ഗ്രൗണ്ടാട്ടോ. ആ വലിയ ഗ്രൗണ്ടിൽ നടുവിലായിട്ട് വലിയ രീതിയിലൊരു തൂണുണ്ട്. ആ തൂണിന് മുകളിലായിട്ട് മലേഷ്യയുടെ പതാകയും ഉയർത്തി. ഈ കാണുന്നത് മലേഷ്യയിലെ ആദ്യ രാജാവായിരുന്നു കേട്ടോ. മണൽ പറഞ്ഞിരുന്ന എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കത് കേൾക്കാനും നല്ല ഇഷ്ടമുണ്ടായിരുന്നു. ഈ ഒരു മണൽ എൻ്റെ ഹിസ്റ്ററി ടീച്ചറായിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ടേ പാസ്സാവട്ടെന്നൊക്കെ. നല്ല ക്ലാസ്സാട്ടോ, നല്ല ക്ലാസ്സും അതേ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. ഒരു ബോറിങ് ഇംഗ്ലീഷോ അത് മലേഷ്യൻ ഇംഗ്ലീഷോ അല്ല നമ്മളെ മണൽ പറഞ്ഞിരുന്നത്. നമുക്ക് കേരളക്കാർക്ക് എങ്ങനെ ഇംഗ്ലീഷ് മനസ്സിലാക്കുക ആ രീതിയിൽ നമുക്ക് മണൽ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. ഇതാട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു മുകളിലേക്ക് ചെന്നിട്ട് അവിടെ മലേഷ്യൻ ഫ്ലാഗ് ഇങ്ങനെ പാറി കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോയി. അവിടെയൊക്കെ നല്ല മോസ്കും അതുപോലെ നല്ല ബിൽഡിങ്സും ആയിരുന്നു, കാണാനൊക്കെ നല്ല ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നതിന് ശേഷം കുറേ മോസ്ക്. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലേഷ്യയിലെ ക്ലൈമറ്റിനെ കുറിച്ചാണ്. രാവിലെ ഉണ്ടായ ക്ലൈമറ്റ് എല്ലാം ഒടുക്കത്തെ ചൂട്, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അവിടുന്ന് തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ മനസ്സിലാവുമെന്നില്ല ഒരു ടെൻഷനായിരുന്നു. എനിക്കങ്ങനെ കരിവാളിച്ച് ടാൻ അടിച്ച് ഒരു വിധമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. മലയാളത്തിൽ എഴുതിയിട്ട് കണ്ടു, സന്തോഷമായിട്ടോ. മലയാളികളുടെ റെസ്റ്റോറൻ്റാണ്, അതുകൊണ്ട് തന്നെ മലയാളത്തിൽ എഴുതിയിട്ട് കണ്ടു. നല്ല രീതിയിലുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള എല്ലാ ഫുഡും അതുപോലെ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലത്താണ് നമുക്ക് ഫുഡ് എല്ലാവരും അറേഞ്ച് ചെയ്തിട്ടുണ്ടായത്. താങ്ക് യു സവാരി സോ മച്ച്. അവരോട് താങ്ക് യു പറഞ്ഞാലൊന്നും തീരൂല കേട്ടോ. ഇത്രയും നല്ല ഫുഡും ഇത്രയും നല്ല റെസ്റ്റോറൻറ്റും ഇത്രയും നല്ല കാഴ്ചകളും സവാരി നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടായിന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിട്ടാണ് ഗൈസ്. അത്രയും നല്ല രീതിയിലായിരുന്നു നമ്മളവർ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് കൊണ്ടുവന്നു. അതിന് താങ്ക് യു പറഞ്ഞാലൊന്നും തീരൂല. അത്രയും നല്ല ചീപ്പ് റേറ്റിന് ഇത്രയും നല്ല ഒരു പാക്കേജ് കിട്ടൂല എന്ന് തന്നെ പറയാം. കാരണം ഞാൻ കുറേ പാക്കേജ് അന്വേഷിച്ചിട്ട് അത്രയും എനിക്ക് നല്ല രീതിയിൽ തോന്നിയത് ഈ ഒരു പാക്കേജ് മാത്രമായിരുന്നു. നല്ല ഫുഡായിരുന്നു. കുറേ കറികളും ചിക്കൻ അൺലിമിറ്റഡ് എന്നെല്ലാം പറഞ്ഞതൊക്കെ ചിക്കൻ, മീൻ, ചോറ്, ബിരിയാണി, റൈസ്, അപ്പം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. We're the same age, and the one who's taking good photo is her daughter. Can you imagine? They look like sisters. Seriously, touch wood. I can't find wood. Thank you. Seriously, God bless. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ്. അവിടെ നല്ല പൈസ ഉണ്ട് കേട്ടോ. ചോക്ലേറ്റിനൊക്കെ നല്ല ക്വാളിറ്റി സാധനമാണ് കിട്ടല്. ഞാൻ അങ്ങനെ ഒന്നും വാങ്ങിയിട്ടുണ്ടായിട്ട. നല്ല പൈസ ഉണ്ട്, എല്ലാത്തിനും നല്ല കുഞ്ഞു സാധനത്തിന് വരെ നല്ല പൈസ ഉണ്ട്. അവിടെ നിന്നൊന്നും വാങ്ങിയിട്ടുണ്ടായിട്ട. നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്യും. പിന്നെ നമ്മളൊരു വലിയ ഷോപ്പിംഗ് മാളിലേക്കാണ് പോയിട്ടുണ്ടായത്. ഒരു 1.5 hour നമുക്ക് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അവർ ടൈം തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിലില്ല തിരിഞ്ഞ്. പ്രത്യേകിച്ച് എനിക്ക് പറയേണ്ട കാര്യം, എനിക്ക് മലേഷ്യയിൽ പോയിട്ട് തോന്നിയ കാര്യം അവരുടെ ഡ്രസ്സിൻ്റെ ക്വാളിറ്റി അടിപൊളി കേട്ടോ. നല്ല തുണിയാണ്, നല്ല ഒരു നൈസ് തുണി. നമുക്ക് നല്ല കംഫർട്ടായിട്ട് നിൽക്കും ആ ഒരു തുണി. അത് മെറ്റീരിയൽ നല്ലതെന്ന് ഞാൻ നോക്കിയിട്ട് നമുക്ക് മനസ്സിലായി. പിന്നെ ഓർണമെൻറ്റ്സ്, ഹാൻഡ് മെയ്ഡ് ഓർണമെൻറ്റ്സ് ഉണ്ട്. ഓർണമെൻറ്റ്സിനെല്ലാം നമുക്ക് ഇവിടെ നാട്ടിൽ വില കുറഞ്ഞിട്ട് കിട്ടും. അവിടെ ഭയങ്കര പൈസ ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടായിരിക്കും.
അപ്പോൾ എടുത്തു പറയേണ്ടത് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ. ഞാൻ 2-3 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിനി. നമ്മളോട് മണാലി പറഞ്ഞ 2nd ഫ്ലോറിലും 5th ഫ്ലോറിലും അമേസിങ് ആയിട്ടുള്ള കളക്ഷൻ, 2nd-ലും 5th-ലും 3rd അല്ലേ 5th? അപ്പം നമ്മൾ അങ്ങോട്ട് പോകാൻ ഒന്നും വാങ്ങൊന്നുമില്ല, വെറുതെ ചുമ്മാ. അതെ, മണൽ പറഞ്ഞ പോലെ 2nd ഫ്ലോറിലും അതുപോലെ 5th ഫ്ലോറിലായിരുന്നു നല്ല കളക്ഷൻ ഉണ്ടായത്. ഡ്രസ്സിൻ്റെ കളക്ഷൻ എല്ലാം അധികം ഡ്രസ്സിൻ്റെ ഷോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടായത് 2nd-ലും 5th-ലും. അതിന് നമ്മൾ കയറിയിട്ടുണ്ടായത് ഒരു ഫാൻസി പോലത്തെ ഒരു ഷോപ്പിലേക്കാണ്. അവിടെ നല്ല ഓർണമെൻറ്റ്സും അതുപോലെ നല്ല ഗേൾസിന് പറ്റിയ എല്ലാ ബാഗ്സും ഓർണമെൻറ്റ്സ് എല്ലാം ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് ഹെയർ ബാൻഡ്സ് നോക്കുന്നുണ്ടതിന്. നല്ലൊരു ഹെയർ ബാൻഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇടുന്ന്. കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ. ബാഗിൻ്റെ എല്ലാം നല്ല കൊറിയൻ ടൈപ്പ് ബാഗ്സ് എല്ലാം ഉണ്ട്. അപ്പം എനിക്ക് എൻ്റെ കയ്യിൽ ഇത്ര റിങ്കറ്റ്സ് മാത്രമേ ഉണ്ടായിട്ട്. അപ്പം ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ അതിന് 3 ദിവസത്തേക്ക് ഇനി വേണ്ടേ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ഒന്നും വാങ്ങാൻ നിന്നില്ല. പക്ഷേ ലാസ്റ്റ് ആകുമ്പോഴേക്കും എൻ്റെ കയ്യിൽ കുറച്ച് ബാക്കിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴേ വാങ്ങിയെങ്കിലോ എന്നുള്ളൊരു ബേജാറ് എനിക്കിപ്പം ഉണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ട്. അപ്പോൾ വാച്ച്, ബാഗിൻ്റെ എല്ലാം നല്ല കളക്ഷൻ ഉണ്ട്. എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നല്ല മീൻസ് ഡയമണ്ട് പോലെ തിളങ്ങുന്ന കുറേ ഓർണമെൻറ്റ്സും, അത് നമ്മളെ കണ്ണിൽ ഇങ്ങനെ മഞ്ഞളിക്കും. അങ്ങനെയുള്ള കുറേ ഓർണമെൻറ്റ്സ് ഉണ്ട്. ആ ലൈറ്റിങ്ങിൻ്റെ എല്ലാം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിങ്ങനെ തിളങ്ങുന്നത് നമുക്ക് ഒരു ആകർഷണം തോന്നും അതിനോട്. അപ്പം നമ്മൾ പോയി എടുക്കുമല്ലോ, ബിസിനസ് ട്രിക്കേ. അങ്ങനെ നമ്മൾ കുറേ നോക്കി ഞാൻ അവിടെ നിന്നും ഇപ്പോൾ വാങ്ങിയിട്ടുണ്ടായത് ഒരു ഹെയർ ബാൻഡും അതുപോലെ വാച്ച് തോന്നുന്നു, വാച്ചോ മാലയോ അങ്ങനെ എന്തോ വാങ്ങിയിട്ടുണ്ടായിനി. അതിനുശേഷം നമ്മളിങ്ങനെ നടന്ന് നമുക്ക് ഭയങ്കരത്തിൽ ദാഹിക്കുന്നുണ്ടായിനി. പക്ഷേ ദാഹജലം എന്ന് അറിയാൻ അവിടുന്ന് ക്യൂ നിൽക്കേണ്ടി വരും നമ്മൾ. അതുകൊണ്ടൊന്നും വാങ്ങിയിട്ട. പിന്നെയും നമ്മൾ വേറൊരു ഷോപ്പിലേക്ക് പോയി. അവിടുന്ന് കുറച്ച് ഓർണമെൻറ്റ്സ് എടുത്തു. പിന്നെ ചോക്ലേറ്റ്സ് എടുത്തു. ചോക്ലേറ്റ്സ് ആയിരുന്നു നമ്മൾ മെയിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായത്. ചോക്ലേറ്റ്സ് പിന്നെ ഓർണമെൻറ്റ്സ്. ഈ മണപ്പിച്ച് വരുന്ന ഓരോ ഫ്ലോറിൽ നിന്നും ഞാൻ ഓരോ പെർഫ്യൂം കടയിൽ നിന്നും വാങ്ങി ടെസ്റ്റ് ചെയ്ത സാധനങ്ങളാണ്. അടിപൊളി മണോട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് റിങ്കിറ്റ്സിൻ്റെ ഒന്ന് കുറഞ്ഞു പോയാലോ വിചാരിച്ച് ഞാൻ വാങ്ങാഞ്ഞാന്ന്. അടിപൊളി മണം. ലാസ്റ്റത്തെ ദിവസം ഞാൻ എന്നിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി പെർഫ്യൂം. അങ്ങനെ ഞാൻ വന്നു. ഈ ബസ്സിൽ വേറെ ആരും ഇങ്ങനെ ഡ്രസ്സ് മാറിയിട്ട് ഞാൻ പിക്കെടുക്കാൻ വേണ്ടി ഒരു 3 ഡ്രസ്സ് ഡെയിലി മാറിന്. എന്നിട്ട് ഞാൻ കൊണ്ടുപോയ ഡ്രസ്സിൽ നിന്ന് 3 ബാക്കിയുണ്ടായിന്. അങ്ങനെ നമ്മൾ പോയത് KL ടവറിലേക്കാണ്. KL ടവറിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഒരു സവാരിയുടെ പാക്കേജിൽ നമുക്കതിൻ്റെ മുകളിലേക്കും പോകാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് ചെറിയൊരു ഭയം. അത് ചിലവർക്ക് ഭയം ഉണ്ടാവും കേട്ടോ. എനിക്ക് ആദ്യം ആടുന്ന് താഴേക്ക് നോക്കുന്ന സമയത്ത് എന്തോ തലയെല്ലാം ഇങ്ങനെ ബ്ലറായി. അതെല്ലാം കാണേണ്ടത് തന്നെ കേട്ടോ, സത്യമായിട്ടും കാണേണ്ടതാണ്. നമുക്ക് ആ ഒരു മലേഷ്യ ഫുള്ളായിട്ട് കാണാൻ പറ്റും. അവിടെയും നമ്മൾ കുറച്ചധികം സമയം ഉണ്ടായിരുന്നു. നമ്മൾ ആ ഒരു റൗണ്ടിൽ ഫുള്ള് നമ്മൾ പോയിട്ട് ഓരോ സ്ഥലം ഓരോ സൈഡിലും പോയിട്ട് ഫുള്ള് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് ചൈന ടൗണിലേക്കാണ്. ചൈന ടൗൺ എന്ന് വെച്ചെങ്കിൽ അവിടെ നല്ല കുറേ സാധനങ്ങൾ, മലേഷ്യൻ ഫുഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യുക. അതുപോലെ കുറേ സാധനങ്ങൾ കുറച്ച് വില കുറഞ്ഞിട്ട് നമുക്ക് കിട്ടും. മാളിലത്തേനേക്കാളും കുറച്ച് കുറവായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടി ഒരു ഇളനീർ വാങ്ങി കുടിച്ചു. ഇളനീർ എന്ന് വെച്ചാൽ കുടിച്ചാലും തീരാത്ത ഒരാളെന്നാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് അതിൽ. പിന്നെ അടുത്ത സ്പെഷ്യലായിട്ടുള്ള മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചു. മാംഗോ സ്റ്റിക്കി റൈസ് എനിക്ക് എങ്ങനെയാ വെച്ചാൽ ഞാൻ ഷുഗർ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്കത് ഭയങ്കര ഓവർ ഷുഗറായിട്ട് ഭയങ്കര മധുരമായിട്ട് തോന്നിയിട്ടുണ്ട്. അമ്മക്കായാലും ബാക്കി എല്ലാവർക്കും ആ ഒരു മാംഗോ സ്റ്റിക്കി റൈസ് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായത് മലേഷ്യയുടെ നാഷണൽ ഫ്രൂട്ടായിട്ടുള്ള ദുരിയാൻ കഴിച്ചിട്ടുണ്ടായിന്. ദുരിയാൻ എന്ന് തോന്നുന്നു പ്രൊണൗൺസ് ചെയ്യൽ. ദുരിയാൻ കഴിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള മീൻസ് ഹോട്ടൽ റൂമിലേക്കോ അതുപോലെ റെസ്റ്റോറൻറ്റിലേക്കോ വേറൊരു ടാക്സിയിലേക്കോ കയറ്റൂല എന്നാണ് അവർ പറയുന്നുണ്ടായത്. ദുരിയാൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിന്. പക്ഷെ മണം ഒരു ഉള്ളി മുറിക്കും പോലെ ഉണ്ടാകുന്നൊരു മണമില്ലേ, അങ്ങനെയുള്ളൊരു മണം. അതൊരു ഭയങ്കരത്തിലുള്ളൊരു മണം. ഉള്ളി മുറിക്കുമ്പോൾ എങ്ങനെയാണോ അതിൻ്റെ കുറച്ചൊരു ഹൈ മണം അതാണ്. പിന്നെ വലിയ ബോറുമാണായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിട്ട. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായത് ഒരു 2 റിവർ കൂടിച്ചേരുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് നടന്നിട്ടാണ് അടുത്തേക്ക് എത്തിയിട്ടുണ്ടായത്. ടയേർഡ് എന്ന് വെച്ചെങ്കിലും ഓക്കെ. പക്ഷെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനാണല്ലോ പോയിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ടയേർഡ്നെസ് അവിടെ മാറ്റി വെച്ചിട്ട് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിന്. എല്ലാവരും നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ടായത് കുറച്ച് വയസ്സായിട്ടുള്ള റിട്ടയർഡ് മാഷുമാർ, അതുപോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് വന്നിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മേ വയസ്സായവരാണല്ലോ, പക്ഷേ എല്ലാം മാറ്റിക്കുറിച്ച് എന്താ വെച്ചെങ്കിൽ അവർ വൈബാണ്.
നല്ല വൈബാണ്. നമ്മളെയും കാട്ടൊരു പക്ഷെ നല്ല വൈബായിട്ടുണ്ടായത് അവരായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ടൂർ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായ മലയാളികളുടെ ഒരു ഹോട്ടലിലേക്കാണ്. ഫുഡ് നല്ലതായിരുന്നു. നല്ല റൈസും ചിക്കൻ കറി അതുപോലെ ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കൻ മീനെല്ലാം നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിന്. എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡേ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. നമ്മൾ ഷോപ്പിംഗ് ചെയ്ത കുറച്ച് കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മൾ ബസ് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് കുറച്ച് നടക്കാനുണ്ട് നമ്മളെ റൂമിലേക്ക്. അങ്ങനെ നടന്ന് നമ്മൾ പോവാണ്. ടയേർഡ് ആയിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉറങ്ങാനും പറ്റിനി, രാവിലെ എണീക്കാനും പറ്റിയില്ല. ബട്ട് ഓക്കെയാണ്. അതിനുശേഷം അമ്മ അവിടെ കോഫിയും പിന്നെ ആക്കാനിൽ ഇതെല്ലാം തന്നെ കോഫി ആക്കി കുടിച്ചു നമ്മൾ കിടന്നു. അപ്പം മലേഷ്യൻ പാർട്ട് 3 ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മലേഷ്യൻ പാർട്ട് 4 ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും.